ദാമു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ദാമു നമ്മളോട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്, എന്നിട്ടും ദാമു പറന്നു പോവേ ഒന്നും ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതിന് കാരണം സൈബനോടുള്ള ഈ ഇണക്കം തന്നെ കേട്ടോ. സൈബ എന്ത് ചെയ്താലും ദാമു അതുപോലെ നിന്ന് കൊടുക്കും. എന്നാൽ നോർമലി ഒരു കിളിനെ വാങ്ങിയാൽ ഇത്രയും ഇണങ്ങും തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഞാനാണെങ്കിൽ നോ എന്ന് പറയൂ കേട്ടോ. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാമുവിനും ദീമുവിനും ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. ദീമു ആണെങ്കിൽ നമ്മളോട് ഒട്ടും ഇണങ്ങുന്നില്ല. ദാമു ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വിട്ടുങ്ങാണ്ട് എങ്ങോട്ടും പോണില്ല. അതെന്തായിരിക്കും കാരണം? അപ്പൊ എന്താന്ന് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ദാമുവിനെ കിട്ടുമ്പോ ഇറച്ചി കുഞ്ഞായിരുന്നു കേട്ടോ. അത് വളരെ കുഞ്ഞായിരുന്നു, തൂവല് പോലും വന്നിട്ടില്ല. അങ്ങനെയുള്ള കിളികൾക്ക് ആൻഫീഡ് ചിക്കൻ എന്നാണ് പറയുക. അങ്ങനെയുള്ള ആൻഫീഡ് ചിക്കനെ വാങ്ങുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഫീഡ് ചെയ്തിട്ടാണ് ഇവരെ വളർത്തുക. ആൻഫീഡ് എന്താണെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവര് കയ്യിലാണ് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. അങ്ങനെ ആൻഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോടൊരു ഇഷ്ടവും അതുപോലെ തന്നെ നമ്മളോടൊരു സ്നേഹമൊക്കെ വരും. നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ദാമുവിന്റെ കുഞ്ഞിലുള്ള വിഷ്വൽസ് ആട്ടോ. എങ്ങനെയാണ് ദാമു നമ്മളോട് ഇത്രയും ഇണങ്ങിയെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി ദാമുവിന് എങ്ങനെയാണ് നമ്മൾ ദശമൂലം ദാമു ഇട്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവൂലേ? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ദാമു ഒരു ആൻഫീഡ് ചിക്കായിരുന്നല്ലോ. അപ്പൊ ആൻഫീഡ് ചിക്കായോണ്ട് തന്നെ ദാമുവിന് കൊടുത്തുന്ന ഒരു സിറപ്പുമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. കുടിക്കുന്നവ കണ്ടപ്പോ നമ്മൾ ഇട്ട ഒരു പേരാണ് ദശമൂലം ദാമുന്ന്. അതായത് ദശമൂലം കുടിക്കുന്ന ദാമു, ദശമൂലം ദാമുന്ന്. അങ്ങനെയാണ് കേട്ടോ നമ്മളെ ദാമുവിന് ദശമൂലം ദാമു എന്നുള്ള പേര് വന്നത്. ഇത്ര കേട്ടോ നമ്മളെ ദാമുവിന്റെ സ്റ്റോറി വരുന്നത്. അതേപോലെ തന്നെ ദാമുവിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി കമന്റ് ചെയ്തിട്ട് പറയാം കേട്ടോ.